ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് മർത്ത കുടുംബത്തിലെ സന്യാസിനി സഹോദരിമാരെ, 75 വർഷത്തെ സ്നേഹ സേവനങ്ങളുടെ ചരിത്രം, അതിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് മർത്ത സന്യാസിനി സമൂഹം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ജൂബിലി ആഘോഷത്തിൽ പങ്കുചേരാനും അവർക്ക് എല്ലാ അനുഗ്രഹ ആശംസകളും നേരാനും എത്തിയിരിക്കുകയാണ്. പാലക്കാട് നിന്ന് വരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മർത്ത സന്യാസിനി സമൂഹത്തിൻ്റെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിലും മറ്റ് സിസ്റ്റേഴ്സിൻ്റെ വ്യക്തിപരമായ ജൂബിലി ആഘോഷങ്ങളിലും പങ്കുചേരാൻ കിട്ടിയ അവസരം വളരെയേറെ അനുഗ്രഹപ്രദമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. പാലക്കാട് രൂപതയിൽ 9 മർത്താ ഭവനങ്ങളാണുള്ളത്, കോൺവെൻറ്റുകൾ. ഈ മർത്താ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിൻ്റെ പ്രാരംഭ ദശയിൽ ഞങ്ങളുടെ രൂപതയുടെ ആദ്യത്തെ മെത്രാൻ അഭിമന്യ ഇരുമ്പൻ പിതാവ് വേണ്ടത്ര ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കേട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. മർത്താ സിസ്റ്റേഴ്സിൻ്റെ 9 കോൺവെൻറ്റുകളിൽ ഇക്കാലം അത്രയും ശുശ്രൂഷ ചെയ്ത് കയറി ഇറങ്ങി പോന്നിട്ടുള്ള സിസ്റ്റേഴ്സാണ് ഇവിടെ ഇരിക്കുന്നവരിൽ നല്ലൊരു ഭാഗം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഈ സഹോദരിമാർ രൂപതയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ടങ്ങളായ എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കാൻ ഞാൻ മാത്രമല്ല, അഭിമന്യ മനത്തോടത്ത് പിതാവ് എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ രൂപതാ കുടുംബത്തിൽ നിന്ന് വികാരി ജനറൽ അച്ഛൻ ഉൾപ്പെടെ, താവളം ഫൊറോന വികാരി അച്ഛൻ ഉൾപ്പെടെ മറ്റു വൈദികരൊക്കെ ഇവിടെ സന്നിഹിതരാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് പാലക്കാട് രൂപതാ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും സഹോദരിമാരായ മർത്താ സന്യാസിനി സഹോദരിമാർക്ക് ആത്മാർത്ഥമായിട്ട് നേരുകയാണ്, ആശംസിക്കുകയാണ്. മർത്താ സിസ്റ്റേഴ്സ് ചിലപ്പോഴൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, പിതാവേ ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ ജീവിച്ചു പോവുക. നിങ്ങൾ ജീവിച്ചു പോക്കോ, നിങ്ങൾ പാവങ്ങളാ, ഞങ്ങൾ സമ്മതിച്ചു. അങ്ങനെ പാവങ്ങളാണെന്ന് പറഞ്ഞിരുന്ന സമയത്താണ് അട്ടപ്പാടിയിലെ ഒരു ഷോളയൂർ എന്ന് പറഞ്ഞ ഇടവകയിൽ, ഒരു കുഞ്ഞിടവകയാണ്, അവിടെ ബഹുമാന്യനായ ഒരു മന്ത്രി ആ പ്രദേശത്തെങ്ങാണ്ട് സന്ദർശിക്കാൻ ചെന്നു. നമുക്ക് ചരിത്രം അറിയാം. ഈ മന്ത്രി വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആ ഷോളയൂർ കോൺവെന്റിലെ ഒരു സഹോദരിക്ക് ഇരിക്കപ്രതി ഇല്ലാതായി. മന്ത്രി വരുന്നതിൻ്റെ പേരിലല്ല, അവിടെയുള്ള ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഈ സിസ്റ്ററിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. അവരോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് മന്ത്രി വന്നപ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിന്ന് കയ്യം പിരിച്ചു നിന്ന് അവിടെ നിൽക്കണമെന്ന് പറഞ്ഞെന്നുള്ള രീതിയിലാണ് സംസാരം. ഞങ്ങളുടെയൊക്കെ നീറുന്ന പ്രശ്നത്തിന്, ഈ നാടിൻ്റെ നീറുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. എന്താ നീറുന്ന പ്രശ്നം? ഞങ്ങളുടെ റോഡ് കണ്ടില്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു റോഡാ, നാശകോശമായിട്ട് കിടക്കുക. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ നാട്ടില് കാട്ടുമൃഗങ്ങളുടെ ശല്യ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രോട്ടോളൊക്കെ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് പല ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി. അവസാനം മന്ത്രി ഇറങ്ങി വന്ന് കൈകൂപ്പി എന്നാണ് ചരിത്രമല്ല, അതാണ് സത്യം. അങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ബാഹ്യമായി നോക്കുമ്പോൾ പാവങ്ങളാ, സാമ്പത്തികമായ മേഖലയിൽ പാവങ്ങളാ. പക്ഷേ ഇവരുടെ ആത്മീയ കരുത്തുണ്ടല്ലോ, ഈ ആത്മീയ കരുത്തിന്റെ മുമ്പിൽ ഏത് മന്ത്രിയും കൈകൂപ്പി പോവുക. അത് നിസ്സാര കാര്യമല്ല. ഈ ആത്മീയ കരുത്ത് എവിടുന്ന അവർക്ക് കിട്ടിയത്? അഭിമന്യ ആലപ്പാട്ട് പിതാവ് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ പോകും. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പിതാവ് മുൻകൂട്ടി എറിഞ്ഞു, ഞാനും അതിനെ തുടർന്ന് 2 വാക്ക് എറിയാം. മർത്താ സഹോദരിമാരുടെ വീടാ ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഒന്നാം തരം വീടാ. അവിടുത്തെ പ്രത്യേകത സ്നേഹമുള്ളവർ കൂടി താമസിക്കുന്നൊരു ഭവനമാണ്. കയറാൻ തോന്നും. ആ വഴിക്ക് കടന്നു പോകുമ്പോൾ മുഖം തിരിച്ച് പോകാൻ നോക്കിയാല നമ്മൾ അതിലെ ഒന്ന് കയറിപ്പോകും. കാരണം എന്താ? അവിടെ സ്നേഹമുള്ളവരുടെ ഒരു കൂട്ടായ്മ എവിടെയുണ്ട്. മർത്തായും മറിയവും ലാസറും ഈശോയെ സ്നേഹിച്ചിരുന്നവരുമായ ഒരു കുടുംബമാണത്. ആ കുടുംബത്തിൻ്റെ ആത്മീയതയിൽ പിറവിയെടുത്ത മർത്താ സന്യാസിനി സമൂഹത്തിന്
അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷാ കേന്ദ്രങ്ങളെയും ജനത്തെയും സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അത് തന്നെയാണ് അഭിമന്യ ആലപ്പാട്ട് പിതാവ് സംസാരിച്ചത്. അതിൻ്റെ ഒരു അരൂപിയുണ്ട്, സ്നേഹത്തിൻ്റെ ഒരു അരൂപിയുണ്ട്. ഈ അരൂപിയാണ് പ്രതിബദ്ധതയിലേക്ക് വഴിമാറുന്നത്. അങ്ങനെ ഈ ഭവനം, നമ്മൾ പറഞ്ഞു ഇവർ പാവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു, ആത്മീയ കരുത്ത്. ഈ വീട് ഒരു ദരിദ്രമായ ഭവനമായിട്ട് എനിക്ക് തോന്നിയത്. കർത്താവ് അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മർത്ത എന്ന് പറയുന്ന പുള്ളിക്കാരി അസ്വസ്ഥയും വ്യഗ്രചിത്തയുമായിട്ട് ഓടി നടക്കുക. എന്താ ആ വീട്ടിൽ ഒരു വിശിഷ്ട വ്യക്തിക്ക് കൊടുക്കാനൊന്നുമില്ല എന്നാണ് എൻ്റെ ചെറിയ ചിന്ത. എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വ്യഗ്രചിത്തയാകുകയില്ല, ആകുലചിത്തയാകുകയില്ല, അസ്വസ്ഥയാകുകയില്ല. ഉള്ളത് എടുത്തു വെച്ചത് ഇഷ്ടം പോലെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അതിഥിയെ കൊണ്ടുവന്ന് ഭക്ഷണത്തിന് ഇരുത്തും. പക്ഷെ മർത്ത, കർത്താവിൻ്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാ, പലതിനെക്കുറിച്ചും ഉത്കണ്ഠയാ, ആകുലതയാ, അസ്വസ്ഥയാ. കാര്യമായിട്ടൊന്നും ആ ഭവനത്തിലില്ല. ആ ഭവനത്തില് സാമ്പത്തികമായിട്ടൊന്നുമില്ലെങ്കിലും ദൈവ സ്നേഹമുണ്ട്. കർത്താവിന് കടന്നു ചെല്ലാൻ തോന്നുന്ന ഭവനമാ. എല്ലാ നന്മകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അതൊരു കൂട്ടായ്മയുടെ ഭവനമാ. മർത്തായുടെ കംപ്ലൈന്റ് ആ കൂട്ടായ്മയുടെ ഭവനം എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം. മർത്തയുടെ കംപ്ലൈന്റ് എന്താ? എൻ്റെ സഹോദരി എന്നെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ നോക്കുക, അവളോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറയുക. ഞാൻ എവിടെ ഒരു കോൺവെന്റിൽ പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ മർത്തായാണ് അവിടുത്തെ സുപ്പീരിയർ ജനറൽ. കൗൺസിലേഴ്സിന്റെ സഹായത്തോടു കൂടി എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവളാണ്. ഒറ്റയ്ക്ക് നേടി കയ്യടി വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ, ഒരു സാഹോദര്യത്തിന്റെ അനുഭവത്തിൽ എല്ലാം നിർവഹിക്കണമെന്ന് വിചാരിച്ചവളാ മർത്ത. അങ്ങനെയുള്ള മർത്താ സഹോദരിയുടെ, ആ വിശുദ്ധ മർത്തായുടെയൊക്കെ പിൻഗാമികളായിട്ട് ചേരുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നന്മകൾ ഉണ്ടാകും, ഇങ്ങനെയുള്ള സവിശേഷതകൾ ഉണ്ടാകും. അതുകൊണ്ട് പാപങ്ങളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെന്ന് തന്നെയല്ലേ. ദൈവത്തിൽ ആശ്രയിക്കുക, ഞങ്ങൾക്ക് മറ്റൊന്നിലും ആശ്രയിക്കാനില്ല, ദൈവത്തിലാണ് ഞങ്ങളുടെ ആശ്രയം. കൺകുളിർക്ക് കാണാനായിട്ട് കെട്ടിപ്പൊക്കിയതൊന്നുമില്ല, സമ്മതിച്ചു. പക്ഷേ ഞങ്ങളുടെ ആശ്രയം ദൈവമാ, ഞങ്ങൾക്ക് അത് മതി. ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന മർത്താ സന്യാസിനി സമൂഹത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ദൈവാനുഗ്രഹത്തിന്റെ നാൾ വഴികൾ ഒത്തിരി പറയാനുണ്ട് നമുക്ക്. മർത്താ സഹോദരിമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സമയം പോരാ. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് കീഴടക്കിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.